കട്ടൻ ചായ, ഗോതമ്പ് പുട്ട്, കടലക്കറി. ഇതാണ് എൻ്റെ നാസ്ത. നാസ്ത എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയാത്തതുകൊണ്ട് എനിക്ക് ഇന്നലെ ഫുൾ തലവേദനയാണ്. ഉറങ്ങുന്ന 12:30 1 മണി വരെ തലവേദന. അതുവരെ ഞാൻ ആവി പിടിച്ച് പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇന്നലെ ലേറ്റായി ഉറങ്ങാൻ തലവേദന കാരണം. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ തലവേദന പോയി. മദ്രസയിൽ പോകണമല്ലോ, 6:30 എഴുന്നേറ്റ് വേഗം മദ്രസയിൽ അയച്ച് പിന്നെ ഞാൻ കുറച്ച് പിന്നെയും കിടന്ന്. എന്നിട്ട് ഞാൻ ഇന്ന് ഫിദ ലീവായതുകൊണ്ട് വേഗം നിൽക്കില്ല, ലേറ്റാവും. അപ്പോൾ ഫഹദിന് വേഗം പഴം വാട്ടി മുട്ടയുടെയെല്ലാം കൊടുത്ത് പിന്നെ കുറച്ച് ലേറ്റായിന്. ഇപ്പോൾ 1 മണി ആയി. ഇപ്പോഴാണ് നമ്മുടെ നാസ്ത എന്ന് പറയുന്നത്. ഞാൻ ഗോതമ്പ് പുട്ട് കടലക്കറിയും കഴിക്കാം. ഓക്കെ, എൻ്റെ ഫേവറേറ്റ്. ഞാൻ ഉണ്ടാക്കലില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത്. ബിസ്മില്ലാ. ഇതന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം നമ്മൾ കറക്റ്റ് 1:11 കഴിക്കുന്നത് ഗൈസ്. ഫിദുവിന് അവിടെ കറിയുണ്ട്, ബീഫ് കറിയുണ്ട്, പുട്ടുണ്ട്. പക്ഷെ ഒക്കെ വേണ്ട, രാവിലെ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ വേണ്ട, കുറേ നേരം ചോദിക്കുന്നു. ഫഹദ് കളിക്കാൻ പോയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇനി കഴിക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാൻ കരുതി ഗോതമ്പ് പുട്ട് ഫിദ കഴിക്കില്ല എന്ന്. നോക്കുമ്പോൾ അവളും കഴിക്കുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഇതിൽ കുറച്ച് ചോറ്, കുറച്ച് ഗോതമ്പ് പൊടി, തേങ്ങ, ഉപ്പെല്ലിട്ട് മിക്സിയിലിട്ടൊന്ന് ഇതാക്കുക. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിന് നല്ല കോമ്പിനേഷനാണ്. കടലക്കറി ഞാൻ ഉണ്ടാക്കാറേ ഇല്ല, അപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കാത്ത. അങ്ങനെ ഇപ്പം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് കൂടെ ഇച്ചിരി കട്ടൻ ചായ എടുക്കാം. കട്ടൻ ചായയിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഞാൻ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, കാരണം എനിക്ക് ജലദോഷം പിടിച്ചല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗോതമ്പ് പുട്ട്. അതായത് ഇച്ചിരി ചോറ്, ഗോതമ്പ് പൊടി, ഉപ്പ്, തേങ്ങ മിക്സിയിൽ പൊടിച്ചെടുക്കാം. അങ്ങനെ ഉണ്ടാക്കുക. അത് കടലക്കറി കുറേ